ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. ഇരുസഭകളിലുമായി ആകെ 21 സിറ്റിംഗുകൾ ഉണ്ടാകും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനത്തിന് ബുധനാഴ്ച തുടക്കമാകും. സന്ദർശനത്തിനിടെ അദ്ദേഹം UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 25-ന് മാൽദീവ്സിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി കൂടിക്കാഴ്ച നടത്തും. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ഉചിതമല്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അപകടത്തെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രസിദ്ധീകരിച്ചതാകാമെന്ന് കേന്ദ്രമന്ത്രി വിമർശിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറുമായി രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഇത്തവണയും സംസ്ഥാന സർക്കാർ 6 ലക്ഷം മഞ്ഞ കാർഡ് കുടുംബങ്ങൾക്ക് 15 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യും. സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്ത നടത്തും. ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫെയർ നടത്തും. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൊവ്വാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനം ഊർജിതം. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് 571 പേരെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഐസൊലേഷൻ കാലം പൂർത്തിയാക്കിയ 10 പേരെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. KSRTCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹരിത സംഗമം ഏകദിന ശില്പശാല ചൊവ്വാഴ്ച മന്ത്രി KB ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. KSRTC ഹരിത മികവുകൾ പുസ്തക പ്രകാശനവും മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും മന്ത്രി MB രാജേഷ് നിർവഹിക്കും. സംസ്ഥാനത്ത് സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ബുധനാഴ്ച മന്ത്രി V ശിവൻകുട്ടി ചർച്ച നടത്തും. നിലവിലെ സമയക്രമം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം യോഗത്തിൽ മന്ത്രി വിശദീകരിക്കും. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന കർഷക പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 46 വിഭാഗങ്ങളിലേക്കാണ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ മാസം 23 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ തെരച്ചിലിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 96 പേർ അറസ്റ്റിലായി. 91 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 1748 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും വിദ്യാർത്ഥികൾക്കായി സ്ട്രീം അധിഷ്ഠിത ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി സംഘടിപ്പിച്ച നവസാങ്കേതിക വിദ്യാ ശില്പശാലയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരണമടഞ്ഞ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംഭവം അത്യന്തം വേദനാജനകമാണെന്നും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ആയുഷ് സ്ഥാപനങ്ങൾക്കുള്ള NABH പുരസ്കാര അനുമോദന ചടങ്ങ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 19 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സ്ഥാപനങ്ങൾക്കാണ് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2ന്റെ ലോഞ്ച് തിരുവനന്തപുരം നിശാഗന്ധിയിൽ കായികമന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ചടങ്ങിൽ KCLന്റെ ഭാഗ്യചിഹ്നങ്ങളായ ബാറ്റ് ഏന്തിയ കൊമ്പൻ, ചാക്യാർ, വേഴാമ്പൽ എന്നിവയും പുറത്തിറക്കി. KCL ട്രോഫി ടൂർ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് VK പ്രശാന്ത് MLA, സഞ്ജു സാംസൺ, കീർത്തി സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. രാജ്യവ്യാപകമായി പരിവാഹൻ വ്യാജ ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തെ കൊച്ചി സൈബർ പോലീസ് വാരണാസിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഫൈൻ അടയ്ക്കാൻ വ്യാജ APK ഫയലുകൾ വാട്സാപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇത്തരം ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1930 എന്ന നമ്പറിലോ cybercrime.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ അറിയിക്കാവുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.